അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സൗദിയുടെ വാക്കുകളെല്ലാം കേട്ട് ശരിക്കും നജീബ് സാറും ഷെഹർബാനും ഞെട്ടിപ്പോവുകയാണ്. അതെ, ചുരുളഴിയാത്ത രഹസ്യങ്ങൾ എല്ലാം തുറന്നു വന്നിരിക്കുന്നു. എല്ലാം രഹസ്യങ്ങൾ ഓപ്പണായിരിക്കുന്നു ഇവിടെ. പക്ഷേ ഇതുവരെയും അതവൾക്ക് പറയുവാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അല്ലെങ്കിലും എങ്ങനെ പറയാൻ? ഓർമ്മശക്തി നഷ്ടപ്പെടുവാൻ വേണ്ടി കുഞ്ഞിക്കതിയ അവൾക്ക് നൽകിയ മെഡിസിൻ കാര്യങ്ങൾ. എന്നാൽ ഒരുപാട് ട്രീറ്റ്മെൻറ്റ് ചെയ്തതിന് ശേഷം സൗദക്ക് അതാ കൂടുതൽ സംസാരിക്കുവാനുള്ള കഴിവ് കിട്ടിക്കഴിഞ്ഞു. എന്നാൽ ഹെൽത്ത് ഇൻസ്പെക്ടർ അല്ലെങ്കിൽ ഹെൽത്തിൻ്റെ ആളുകൾ വന്നു എന്ന് അവളെക്കുറിച്ച് അവളുടെ അന്വേഷണ വിവരങ്ങൾ ചോദിച്ചപ്പോൾ ശരിക്കും അവൾ അവളുടെ കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു. പോലീസിൻ്റെ ബുദ്ധി ഉപയോഗിച്ച് ഷെഹർബാനും നജീബും ഓരോന്നോരോന്നായി ചോദിച്ചറിഞ്ഞു എന്ന് തന്നെ പറയാം. എന്നാൽ അവൾ അതെല്ലാം അവിടെ വെളിവാക്കുകയാണ്. കുഞ്ഞിക്കതിയെ ഒളിപ്പിച്ചു വെച്ച എല്ലാ രഹസ്യങ്ങളും പുറത്താവുകയാണ്. റെക്കോർഡ് സഹിതം എല്ലാം ശേഖരിച്ചിട്ടുണ്ട്. പോരാത്തതിന് ഓരോ കാര്യങ്ങളും എഴുതിയെടുത്തിട്ടുമുണ്ട്. നജീബ് സാറിനെ നോക്കുന്നു ഷെഹർബാൻ. ഇക്ക എങ്ങനെയുണ്ട്? അതാണ് പറഞ്ഞത്, പലനാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ എന്നൊക്കെ പറയില്ലേ. യെസ്, എന്തായി? കുഞ്ഞിക്കതിയെ ജയിലിലാണ്, പക്ഷേ ഇതൊക്കെ രഹസ്യങ്ങളായിരുന്നു. എന്നാൽ നവാസ് എന്ന് പേരുള്ള ആ മനുഷ്യൻ, നിരപരാധിയായ മനുഷ്യൻ, ജയിൽവാസം അനുഭവിക്കുന്നുണ്ട്. ഇക്ക അതല്ല, ഇവളിപ്പോൾ ഇല്ല, നോ, അതൊരിക്കലും അവൾ അറിയരുതെന്ന് പ്രത്യേകമായിട്ട് ഷമ്മാസ് എന്നോട് പറഞ്ഞതാണ്. അതായത് ചിലപ്പോൾ വയലൻ്റ് ആകാനും അതിനപ്പുറത്തിനും എല്ലാം ചാൻസ് ഉണ്ട്. പിന്നെ അത് മാത്രമല്ല, പിന്നെയെന്ന് വെച്ചാൽ അവൾക്ക് ചെറിയൊരു ക്ലൂ എനിക്ക് തന്നിട്ടുണ്ട്. അതായത് ഒന്നുമല്ല, നവാസിനേലേറെ ഒന്നുകൂടെ ഇഷ്ടം, അതായത് ഇഷ്ടം എന്ന് വെച്ചാൽ ഒരു അടുപ്പം, ഓരോരുത്തർക്കും ഓരോരോ താല്പര്യമായിരിക്കുമല്ലോ. അങ്ങനെ ഒരു താല്പര്യം ഷമ്മാസിനോടുള്ളത് ഇവൾക്കുള്ള കാര്യം ഒന്ന് ജസ്റ്റ് അറിയാം. അതുകൊണ്ട് തന്നെ ഒരിക്കൽ പോലും അത് പറയരുത്. ഒരു പക്ഷേ നവാസ് ജയിലിലാണ് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ സൗദ സന്തോഷിക്കാനും കാര്യമുണ്ട്. അതായത് മറ്റൊന്നുമല്ല, തൻ്റെ ഭർത്താവ് ഏതായാലും ജയിലിലാണ്, അപ്പം ഇനി ഷമ്മാസിനോട് നല്ലോണം ഒന്ന് ഇടപഴകാം, അല്ലെങ്കിൽ എൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കാൻ ഇനി ഷമ്മാസ് മാത്രമാണല്ലോ ഉള്ളത് എന്നുള്ളൊരു ചിന്താഗതി അവളിലേക്ക് വന്നിട്ട് അവൾ ഏത് നിമിഷവും ഷമ്മാസിനെ ബുദ്ധിമുട്ടിക്കാനും ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് സംഭവം. അതുകൊണ്ട് തന്നെ നമ്മൾ അതിൻ്റേതായ രീതിയിൽ പെരുമാറണം. ഷെഹർബാനോട് അവൻ രഹസ്യമായി പറഞ്ഞു. എന്നാൽ ഈ സമയം, അല്ല സാറേ, ഈ വിവരങ്ങളൊക്കെ എൻ്റെ അനുഭവത്തിലുണ്ടായ വിവരങ്ങളാണ്. പിന്നെ നവാസ്ക്ക് എന്നും ചെയ്തിട്ടും കാട്ടിയിട്ടൊന്നുമില്ല. മൂപ്പര് അന്നും ഇന്നും എന്നെ നോക്കിയിട്ടേ ഉള്ളൂ. പക്ഷേ എൻ്റെ ഉമ്മാക്ക് അതൊന്നും പറഞ്ഞാൽ പറ്റൂല. എൻ്റെ ഉമ്മ നവാസ്ഖാൻ്റെ പേരിൽ പല കേസും ചുമത്താൻ വേണ്ടി നിന്നിട്ടുണ്ട്. പീഡിപ്പിച്ചു, ഇനി ഇങ്ങനെയൊക്കെ അങ്ങനെ പല രീതിയിലുള്ളതും. പക്ഷേ എന്താ ചെയ്യുക, നവാസ്ക്ക് അതിലും ഭാഗ്യത്തിന് കഴിച്ചിലായിട്ടുണ്ട്. ഉമ്മ നവാസ്കിനെ കുറിച്ചൊന്നും പറയാത്ത നന്നായി. പിന്നെ എൻ്റെ പൊന്നാര സാറേ, നിങ്ങൾ പോലീസിനോടൊക്കെ ഒന്ന് പോയിട്ട് പറയണം. എന്താന്ന് വെച്ചാൽ എൻ്റെ ഉമ്മ നവാസ്കയെ കൊടുക്കും എന്നൊക്കെ പറഞ്ഞിരിക്കണം. പിന്നെ അതുമല്ല, ഉമ്മാനെ പെട്ടെന്ന് നിങ്ങൾ ജയിലിൽ നിന്നൊന്നും വിടരുത് എന്ന് പറയണം. അതായത് ഉമ്മ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയാൽ ഞങ്ങൾക്ക് സമാധാനമില്ല. എനിക്ക് പിന്നെ സമാധാനമേ ഇല്ല. ഹസീന പിന്നെ കുറേയൊക്കെ അങ്ങോട്ട് ഒപ്പിച്ച് പോകുന്നുണ്ട്, പക്ഷെ ഒരിക്കൽ പോലും എനിക്ക് സമാധാനമില്ല കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ ദയവായി വിടരുത്. എന്നെ ഈ രൂപത്തിൽ നിന്ന് എന്നെ മിണ്ടാപ്പൂച്ചയാക്കി നിർത്തും. മിണ്ടാപ്രാണിയായി ഒന്നും ചെയ്യാനും പറ്റാത്ത സിറ്റുവേഷന്, കോമാ സ്റ്റേജിൽ എന്നെ കെടുത്താനാണ് ഉമ്മ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് എന്താന്ന് വെച്ചാൽ ഉമ്മാനൊപ്പം അടുത്തൊന്നും വിടരുത്. ഏതായാലും നവാസ്ഖാനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് നവാസ്ക രക്ഷപ്പെട്ടു. സാറന്മാരെ, എൻ്റെ നവാസ്ക എന്ന് വെച്ചാലേ മൂപ്പര് ടൂറ് പോയിക്കാണിപ്പോൾ. ഇനി തിരിച്ചു വരുമായിരിക്കും. അങ്ങനല്ലേ? എന്നാൽ ശരി, അപ്പോൾ നിങ്ങൾ ഓക്കെയാണ്, നിങ്ങൾക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും ഇല്ല, ഓക്കെയാണ് കേട്ടോ. എന്നാൽ ഈ സമയം ഐഷുമ്മ ഷമ്മാസിനോട്, എൻ്റെ പൊന്നാര മോനെ, എന്തോ ഉമ്മ, എന്തോരം നല്ല സ്വഭാവമുള്ളൊരു പെണ്ണും ചങ്ങായും, അവർ ഭക്ഷണം കൊടുക്കാതെ വിടലിട്ടോ ഉമ്മ? ഇല്ല. അല്ല, ഒരു ഈ ഡോക്ടർമാരെന്നെ ആണോ? ഡോക്ടറാണോ പോലീസാണോ ശരിക്കും എനിക്കറിയില്ല. അതെന്താടാ അങ്ങനെ പറയണത്? ഓല് ഹെൽത്തിൻ്റെ ആൾക്കാരാകുമ്പോഴേ നമ്മളങ്ങനെ ഒരു കളിയാക്കാൻ പാടുണ്ടോ? എൻ്റെ പൊന്നുമ്മ, കളിയാക്കുകയല്ല.
ഞാൻ പറഞ്ഞു എന്ന് മാത്രം. അതായത് എന്താണെന്ന് വെച്ചാൽ അവർ ഹെൽത്തിൻ്റെ ആളുകളാണോ എന്ന് ചോദിച്ചാൽ ഹെൽത്തിൻ്റെ ആളുകളാണ്. ഇപ്പോൾ എല്ലാവർക്കും ഹെൽത്തിൻ്റെ ആൾ എന്താ ഷാമോനിക്ക് പറയണം തുറന്ന് പറയും. ഉമ്മ അത് മറ്റാരുമല്ല. പിന്നെ അത് പോലീസാണ്. പോലീസോ? എടാ എന്തേ പറയണത്? അതെ ഉമ്മ, ചില മൊഴികൾ എടുക്കാറുണ്ട്. അപ്പോൾ എന്നോടൊക്കെ പറഞ്ഞതോ? ഉമ്മാനോടൊക്കെ. പക്ഷേ സൗദയുടെ ചില മൊഴികൾ ആവശ്യമുണ്ട്. ആ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഇവർ വേഷം മാറി വന്നത്. നമ്മുടെ കേസെല്ലാം വാദിക്കാൻ വേണ്ടി നമ്മളെ സപ്പോർട്ട് ചെയ്തിരുന്ന, നമ്മുടെ എല്ലാത്തിനും നിന്നിരുന്ന പോലീസ് നജീബ് പോലീസ് അറിയില്ലേ ഉമ്മാക്ക്? മോനെ ഞാൻ ശരിക്കും മോത്തക്കുന്നു. അതല്ല ആ ഡ്രസ്സിലൊക്കെ പിന്നെ വന്നേക്കണേ. ആ അതുമ്മ നോ പ്രോബ്ലം. അതിനിപ്പോൾ ഒരു തൊപ്പിയും തലയെക്കെട്ടും ഇതൊക്കെ വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഒന്നും ഇല്ലല്ലോ മോനെ, സത്യമായിട്ടും. പിന്നെ അവരുടെ വൈഫ്. ഓക്കെ. അല്ല മോനെ, ഇതിപ്പോൾ ഓളോട് അവരെല്ലാം ചോദിച്ചറിഞ്ഞിട്ടുണ്ടാവും. സൗദ പറയുകയാണെങ്കിൽ പറയട്ടെ. അല്ല മോനെ, ഇതിപ്പോൾ ഈ ഒരു ഐഡിയ CID ബുദ്ധിയുള്ളപ്പോൾ വൽക്ക്. ഉമ്മ ഇതിൻ്റെയൊക്കെ പിന്നിൽ മുഹ്സിൻ തങ്ങളാണ്. മുഹ്സിൻ തങ്ങൾ ഒരു വാക്ക് പറഞ്ഞാൽ പിന്നെ അതിനെതിരെ പ്രവർത്തിക്കുന്ന നല്ലതല്ലല്ലോ. മുഹ്സിൻ തങ്ങൾ പറഞ്ഞു എന്തൊക്കെ തന്നെയായാലും നിങ്ങൾ ആ ഒരു ഇത് ചെയ്ത് നോക്കുക. അല്ലാതെ ഇപ്പോൾ കുഞ്ഞിക്കതി ഇനിയും ആളുകൾ ജയിലിൽ കയറ്റാനൊക്കെ ചാൻസ് ഉണ്ട്. ഒരിക്കൽ പോലും ഉമ്മ അറിയാത്ത രീതിയിൽ അതാ ഷമ്മാസ് അത് പറഞ്ഞു. ഒരു പക്ഷേ ഉമ്മ അറിഞ്ഞു കഴിഞ്ഞാൽ ഉമ്മ ആകെ ടെൻഷനായി തീരും. അതുകൊണ്ട് തന്നെ ഉമ്മ അറിയരുത് ഒരിക്കൽ പോലും എന്നതായിരുന്നു ആഗ്രഹിച്ചത്. എന്നാൽ അല്പസമയം കഴിഞ്ഞപ്പോൾ അതാ സൗദയുടെ എല്ലാ വിവരങ്ങളും ശേഖരിച്ച് നജീബ് സാറും ഷഹർബാനും പോകുവാൻ വേണ്ടി നിൽക്കുകയാണ്. ഷമാസ് എന്നാൽ ഞങ്ങളങ്ങോട്ട്. എന്നാൽ ഉമ്മ ഓടിയെത്തി. പൊന്നാര മക്കളെ, വല്ലാത്തൊരു പുതുമൻ ഇരിക്കിങ്ങളെ. ഏതായാലും നിങ്ങൾ ഇന്നാണ്ട് പറ്റിച്ചിരിക്കണം. ഞാനും വിചാരിച്ചത് ഡോക്ടർമാരാ മോനേന്ന് ചോദിച്ചപ്പോൾ ഓൻ പറഞ്ഞ ഡോക്ടറല്ല പോലീസാണ് ഉമ്മാന്ന്. പിന്നെ ഇപ്പം എന്താ കഥ? ഞാൻ പിന്നെ ഓനോട് പറഞ്ഞും ചെയ്തു. പിന്നെ പറഞ്ഞു ഉമ്മ അത് നിങ്ങൾക്ക് അറിയണേ, നജീബ് പോലീസിനെ എനിക്ക് അറിയില്ലേ? അപ്പോഴാണ് ഞാൻ അന്തം വീണത്. അല്ല ഈ കോലും ഇതൊക്കെ ഇതിലിപ്പോൾ എങ്ങനെ ഇപ്പോൾ ഇത് പോലീസാ തിരിച്ചറിയാം? ഉമ്മ ശരിക്കും നജീബ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ചില സമയത്ത് ചില വേഷം കെട്ടുകൾ വേണ്ടി വരും ഉമ്മ, അല്ലാതെ ഇപ്പോൾ ഒരിക്കൽ പോലും. ആയിഷും അവരെ നല്ല രീതിയിൽ സ്വീകരിച്ചു. എന്നാലും മക്കളെ ഉമ്മ പിന്നെ മകൻ എവിടെ പോയെന്ന് പറഞ്ഞത്? എൻ്റെ പൊന്നാര മോനെ ടൂറ് പോയി എന്നൊക്കെ കേൾക്കണ്. പിന്നെ ഇപ്പം രണ്ടാളും കൂടി ഇടയിലൊക്കെ നിൽക്കല്ലേ. ഏതായാലും എൻ്റെ കുട്ടിക്ക് വരാനായിട്ടില്ലേക്കും. ഏതായാലും സൗദൊക്കെ ഇപ്പോൾ കുറേ ബോധം കഥയൊക്കെ വെച്ചതുകൊണ്ട് ഇപ്പോൾ കുറച്ചൊരു ആശ്വാസമുണ്ട്. പിന്നെ സാറിനോടല്ല, പിന്നെ എടി ഇവിടെ എന്നാ മോളെ? അതിൻ്റെ നവാസിൻ്റെ പെണ്ണുങ്ങൾക്ക് മൂന്നാമത്തെ വിശേഷമുണ്ട്. ഓനിപ്പോൾ 4 മക്കളുണ്ട്. 4ാമത്താണ് ഇപ്പോൾ ഇത്. അതിലിപ്പോൾ ഒന്നിപ്പോൾ ബൾഡിയിൽ, 2 മൂത്തോൾഡിയിൽ. ഇപ്പോൾ മൂത്തോൾക്കാണ് 3ാമത്തെ ഉള്ളത്. ഓലും കുറേ തെറ്റും പിരിയലൊക്കെ ആയി അങ്ങനെയൊക്കെ ആയിക്കാണ്ട് എൻ്റെ നവാസ് കുറേ ഇടങ്ങാറയക്കണ്. ഏതായാലും അൽഹംദുലില്ലാ ഇപ്പോൾ അതാ നല്ല മട്ടത്തിൽ ഒരു ജീവിച്ച് പോകുന്നുണ്ട്. ഏതായാലും ആ ഒരു സന്തോഷത്തിനൊന്നും കാത്തിക്കാതെ ഓനിപ്പോൾ എവിടേക്ക് ടൂറ് പോയിക്കണ് വിചാരിച്ചിക്കണ്. എന്തായാലും കുഴപ്പമില്ലാതെ ഇങ്ങനെ പോയാൽ മതി. നമ്മൾ പ്രശ്നവും കലഹമൊക്കെ അയക്കാണ്ട് ഇങ്ങനെ മരിച്ചു പോകേണ്ട തടിയല്ലേ. വെറുതെ മുണ്ടാതെ അങ്ങനെ ഇങ്ങനെ നിന്നിട്ട് കാര്യമില്ലല്ലോ. ഏതായാലും കുഞ്ഞിക്കതിയ ഇവിടുന്ന് കണ്ട് പോയപ്പോൾ തന്നെ വലിയൊരു റാഹത്തുണ്ട്. പിന്നെ കുഞ്ഞിക്കതിയാക്ക് നല്ല ബുദ്ധി കൊടുക്കാൻ വേണ്ടിയാണ് ഞാൻ ദോരിക്കണത്. കാരണം ഒക്കെ മനുഷ്യന്മാരെന്നല്ലേ. ഒരു നേരത്തെ തെറ്റുകൊണ്ട് പലതും, പക്ഷെ 1ഉം 2ഉം തെറ്റൊന്നുമല്ലല്ലോ ഉമ്മ അവർ ചെയ്തിട്ടുള്ളത്. അവർ പല രീതിയിലാണ് സ്വന്തം മക്കളെ വരെ കൊല്ലാക്കൊല ചെയ്തതാണ്. ആ സൗദിയുടെ മൊഴികൾ ഇതിൽ അല്പമുണ്ട്. തന്നെ അവൾ എന്തൊക്കെ പറഞ്ഞു? ഉമ്മയുടെ ആ ചോദ്യം. പൊന്നാര ഉമ്മ അതൊക്കെ പറയുകയാണെങ്കിൽ ഒരു പെണ്ണിന് എത്രമാത്രം ഒരു പെണ്ണിനെ പീഡിക്കാൻ പറ്റും? അങ്ങനെ കൈയും കാലും കെട്ടിയിട്ട് ചട്ടകം ചൂടാക്കി വെച്ചിട്ട് വരെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അത് മാത്രമല്ല തലയണം കൊണ്ട് മുഖം അമർത്തി കൊല്ലാൻ വരെ ശ്വാസം മുട്ടിച്ച് ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പം എന്താ പറഞ്ഞത്? എന്തോ ഒരു ഗുളിക കലക്കി തരികയെ, അതുകൊണ്ട് ബോധം മറിയേ, ഭക്ഷണം ഇല്ലാതെ ദാഹിച്ച് വലഞ്ഞിട്ടുണ്ട്, അവർ ഭക്ഷണം കഴിച്ചാൽ എനിക്ക് തരൂല, അവർ അങ്ങനത്തെ പല രീതിയിൽ പല ഉപദ്രവങ്ങൾ ആ വീടിനുള്ളിൽ നടന്നിട്ടുണ്ട്. നമുക്ക് ആർക്കും അതറിയില്ല. ശരിക്കും അവൾ തന്നെ പറഞ്ഞത് ഇതിൽ ഈ രേഖകളുണ്ട്. എന്തൊക്കെ തന്നെയാണ് കുഞ്ഞിക്കഥയൊക്കെ ഇപ്പോൾ ശിക്ഷ ഇതുകൊണ്ടൊന്നും മതിയാവും തോന്നുന്നില്ല. അപ്പോൾ കുഞ്ഞിക്കഥ പറഞ്ഞത് എൻ്റെ ഭർത്താവല്ല എൻ്റെ മരുമകനും എന്നെ ചതിച്ചു അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു. ഞാൻ ചോദിച്ചു നവാസിനെ കുറിച്ച് എന്താണ് അഭിപ്രായം എന്ന്.
അപ്പം പറഞ്ഞു നവാസ്ക്ക് നല്ലതാണ്, ഒരു രീതിയിൽ എന്നെ ഉപദ്രവിച്ചിട്ടില്ല, എന്നെ സംരക്ഷിച്ചിട്ടേ ഉള്ളൂ. അന്ന് ഞാൻ പോരാന്ന് പറഞ്ഞപ്പോൾ അന്ന് കുറച്ച് എന്നോട് ദേഷ്യം പിടിച്ചു എന്നല്ലാതെ പിന്നെ വേറൊന്നും അദ്ദേഹം, എന്നാലും ക്യാഷ് അയക്കണതിന് ഒരു കുറവുമില്ല. പിന്നെ ഉമ്മ പറഞ്ഞത് എന്താണോ, ക്യാഷ് നല്ലോണം അയക്കുന്നുണ്ട്, ഇപ്പോഴും ക്യാഷ് നല്ല രീതിയിൽ അയക്കുന്നുണ്ട്. അതൊക്കെ എവിടെ പോകുന്നു എന്തോ, എൻ്റെ ഫോണ് അവരെ കൈവശമാണ്, അവർ വിറ്റു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് വിറ്റിട്ടില്ലെന്ന് എനിക്കറിയാം, എൻ്റെ അക്കൗണ്ടുമായിട്ട് ബന്ധിപ്പിച്ചത് അതാണ് എന്നൊക്കെ പറഞ്ഞ് അവൾ എന്തൊക്കെയോ കുറേ പറഞ്ഞു. എന്നാൽ ഐഷുമ്മ പറഞ്ഞു, അങ്ങനെയാണല്ലേ, അപ്പോൾ എൻ്റെ കുട്ടീൻ്റെ കുറേ പൈസ അങ്ങനെ നഷ്ടപ്പെടുന്നുണ്ടാവും, അല്ലാതെ സൗദക്ക് വേണ്ടിയിട്ടൊന്നും അവരൊന്നും കൊടുത്തിട്ടൊന്നും ഉണ്ടാവില്ല. എന്നാൽ പോലീസിനോട് ഐഷുമ്മ പറഞ്ഞു, നിങ്ങളൊക്കെ ഒന്ന് തെളിയിക്കുക, എൻ്റെ നവാസിന് സമാധാനത്തോടു കൂടെയും ജീവിക്കാനേ, ഓൻ ടൂറ് കഴിഞ്ഞൊക്കെ വരുമ്പോഴത്തേന് ഈ സൗദൻ്റെ സ്വഭാവം റെഡിയാക്കണം, അങ്ങനെ നല്ല രീതിയിലായി നമുക്കൊരു സമാധാനം സന്തോഷമാണ്. ഉമ്മ എല്ലാം നമുക്ക് ശരിയാക്കാം ഇൻഷാ അല്ലാ. അങ്ങനെ അത് അപ്പോഴേക്കും നുസൈബ് അവർക്കുള്ള ചായയും കടിയും എല്ലാം എടുത്തു വെച്ചു. വരി വരി ഭക്ഷണം കഴിക്കുക. പൊന്നു മോളെ അതൊന്നും വേണ്ടായിരുന്നു കേട്ടോ. അല്ല മോളെ, മോളുടെ MBBS പഠനമൊക്കെ എങ്ങനെയുണ്ട്? അങ്ങനെ പോകുന്നുണ്ട്, ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും. ഇടയ്ക്ക് പ്രാക്ടിക്കൽ എന്നൊക്കെ ഉണ്ടാകുമ്പോൾ ഓടിപ്പാഞ്ഞൊന്ന് കൊണ്ടായൊക്കെ വരും, അങ്ങനെയൊക്കെ. പിന്നെ ഇവിടുത്തെ എന്തായാലും മോളെ കണ്ടിന്യൂ ചെയ്തോ. ഏതൊരു കുട്ടികൾക്ക് ഒരു പെൺകുട്ടികൾക്ക് ഒരു ജോലി ഉണ്ടായിക്കഴിഞ്ഞാൽ സ്ഥിരമായി അവർ ജോലിക്ക് പോകണം എന്നല്ല പറയുന്നതിൻ്റെ അർത്ഥം. അഥവാ എന്തെങ്കിലും സിറ്റുവേഷനിൽ ഭർത്താവിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരിക, അല്ലെങ്കിൽ സാമ്പത്തികമായി കുറച്ച് ബാധ്യതകൾ വരിക, അല്ലെങ്കിൽ എപ്പോഴും ഇപ്പോൾ നമുക്ക് എങ്ങനെയൊക്കെയൊന്നും പറയാൻ പറ്റില്ല, ആ സമയത്തൊക്കെ നമ്മളൊരു ഹെൽപ്പ് അവൾക്ക്, എനിക്ക് എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എനിക്കൊരു 5 പൈസ, അല്ലെങ്കിൽ ഒരു 5 രൂപ, അല്ലെങ്കിൽ ഒരു 5000 രൂപ എൻ്റെ മാതാപിതാക്കൾക്ക് കൊടുക്കാമായിരുന്നു, അല്ലെങ്കിൽ എൻ്റെ സഹോദരങ്ങൾക്ക് കഷ്ടപ്പെടുന്നവർക്ക് കൊടുക്കാമായിരുന്നു എന്നുള്ളൊരു ചിന്ത, അത് നമുക്ക് കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ ആ ഒരു ചിന്ത അത് ജീവിക്കാൻ കഴിയും. അതായത് ഇപ്പോൾ നുസൈബ് തന്നെ വിചാരിക്കും, നിൻ്റെ മാതാപിതാക്കൾക്ക് തീരെ വയ്യ, അവർക്ക് സാമ്പത്തികമായി പിന്നോക്കമാണ് കുറവ്, പക്ഷെ എന്നും നിൻ്റെ ഭർത്താവായ ഷമ്മാസ് അവർക്ക് പൈസ കൊടുക്കുമ്പോൾ അതിനൊരു കണക്ക് എന്നല്ല, അതിനൊരിതുണ്ടാവും. പക്ഷേ സ്വന്തം മോള് കൊടുക്കുകയാണെങ്കിലോ അതിനൊരു കണക്കുണ്ടായില്ല. കാരണം എന്താ വെച്ചാൽ മോൾക്ക് ഉമ്മയ്ക്കും ബാപ്പക്കും നല്ല രീതിയിൽ ക്യാഷ് കൊടുക്കണം, എല്ലാം കൊടുക്കണം എന്നുള്ള ചിന്താഗതിയായിരിക്കും. നേരെ മറിച്ച് അത് മരുമക്കളോട് ചോദിച്ച് കൊടുക്കുകയാണെങ്കിൽ അതൊരു 2ാം നമ്പർ വഴിയാണ്. അപ്പോൾ നമ്മൾ ഒരു എഡ്യൂക്കേറ്റഡ് ആയിട്ട് നിൽക്കുക എന്നുള്ളത് നല്ലൊരു കാര്യം തന്നെയാണ് ഈ ഒരു കാലത്ത്. കാരണം എല്ലാത്തിനും ഭയങ്കര റേറ്റ് കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സിറ്റുവേഷൻ അല്ലേ. ആ ഒരു സമയത്ത് നമുക്ക് ഭർത്താവിനെ കൊണ്ട് ഒരുമിച്ച് കഴിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഭാര്യയും കൂടി ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ജീവിതം നല്ലൊരു ജീവിതമായിരിക്കും. അതായിരിക്കും അങ്ങനെ ആകുമ്പോൾ ടെൻഷൻ ഇല്ലാതെ ജീവിക്കാം. അതെൻ്റെ ഒരു അഭിപ്രായം മാത്രമാണ് കേട്ടോ. ഒരിക്കലും പുറത്ത് പോയി സ്ത്രീകൾ ജോലിക്ക് പോകണമെന്നോ അല്ലെങ്കിൽ സ്ത്രീകൾ അങ്ങനത്തെ അതിനോടൊന്നും എനിക്ക് താല്പര്യമില്ല മോളെ. എനിക്കത് പൊതുവേ അങ്ങനെ ഇഷ്ടക്കുറവാണ്. എനിക്ക് എൻ്റെ ഭർത്താവിനനുസരിച്ച്, പക്ഷേ സാമ്പത്തികമായിട്ടൊക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിലൊക്കെ നമ്മൾ ജോലിക്ക് പോവുക തന്നെ വേണ്ടി വരും. പിന്നെ എൻ്റെ നജീബിക്ക് എന്നോട് പറയും, ഇനി മതി ജോലിക്ക് പോയത്, അങ്ങനെയൊക്കെ ഇങ്ങനെ പറയും. പക്ഷേ നമുക്കിപ്പോൾ അവർ കഷ്ടപ്പെടുമ്പോൾ നമ്മൾ വെറുതെ സുഖമായിരിക്കുന്നത് ശരിയല്ലല്ലോ എന്ന് കരുതിയിട്ട് ജോലിക്ക് പോകുന്നവരും ഉണ്ട് കേട്ടോ. എന്തായാലും മോളെ നുസൈബ, ഈ ഒരു കോഴ്സ് നീ കംപ്ലീറ്റ് ചെയ്യണം. ഒരു MBBS എന്ന് പറഞ്ഞാൽ അത് ചില്ലറയല്ല. അത് നിനക്ക് എൻട്രൻസ് ചെയ്ത് കിട്ടിയതാകുമ്പോൾ അതിന് അതിൻ്റേതായിട്ടൊരു പവറുണ്ട്. അല്ലാതെ ക്യാഷ് കൊടുത്ത് പഠിക്കുക എന്നതിലല്ല. എൻട്രൻസ് ചെയ്ത് കിട്ടിയതാകുമ്പോൾ അത്യാവശ്യം ബുദ്ധിയുള്ള കുട്ടികൾക്കായി കിട്ടുമല്ലോ, അത് ഉറപ്പല്ലേ. അപ്പോൾ എന്തൊക്കെ തന്നെയായാലും മോള് പഠിച്ച് കണ്ടിന്യൂ ചെയ്യണം കേട്ടോ. ഇനിയിപ്പോൾ മക്കളുണ്ടെന്ന് കരുതി നിർത്തുക ഒന്നും വേണ്ട, എങ്ങനെയെങ്കിലും പഠിച്ച് കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, ഇൻഷാ അല്ലാ. ഷെഹർബാൻ നുസൈബയെ നല്ല രീതിയിൽ ഉപദേശിച്ചു. അവൾക്കും അത് ഒത്തിരി സന്തോഷമായി. അവർ ചായയും കടിയുമെല്ലാം കുടിച്ചു സന്തോഷത്തോടു കൂടെ. എന്നാൽ ഞങ്ങളങ്ങോട്ട് പോവുകയാണോ? മക്കളെ പോവല് കുറച്ച് കിടന്നത് തിരക്ക്. ഉമ്മ അതാ തിരക്ക് കൂട്ടുന്നു. അതെ, ഫുഡ് ഉണ്ടാക്കുന്നുണ്ട്, ഉച്ചഭക്ഷണം കഴിച്ചിട്ട് തന്നെ പോയാൽ മതി. അല്ലമ്മ അതൊന്നും വേണ്ട. അല്ല, ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്, അത് കഴിച്ചിട്ട് പോകാം. ഉമ്മ ഇപ്പോൾ ഒന്നിനും സമയമില്ല, ഞങ്ങൾ പോട്ടെ, എന്തത്ര തിരക്ക്? എന്നാൽ ഈ സമയം അതാ ജയിൽവാസത്തിൽ കഴിയുന്ന നമ്മുടെ നവാസ് വിതുമ്പുകയാണ്. അവൻ ആ ജയിലുകളിൽ നിന്ന്. അതായത്, റബ്ബേ ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ റബ്ബേ? ഞാൻ ഒന്നും ചെയ്തിട്ടില്ലല്ലോ എൻ്റെ ഒരു ഓർമ്മയിൽ. എന്താ റഹ്മാനെ എനിക്കുള്ള ശിക്ഷ ഇങ്ങനെ? അല്ലാ,
ഞാൻ ക്ഷമ കെട്ടുപോവുകയാണെൻ്റെ. അതായത് മുഅ്മിനീങ്ങൾക്ക് ദുനിയാവ് നരകമാണ് എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമല്ലേ. എന്നാലും എൻ്റെ ഉമ്മ, എൻ്റെ മക്കൾ, എൻ്റെ ഭാര്യ എല്ലാം കൂടി ആലോചിക്കുമ്പോൾ വല്ലാത്ത വിഷമാണ്. അല്ലാ റബ്ബേ, എനിക്കറിയുന്നില്ല എന്താ ഞാൻ ചെയ്യാന്നുള്ളത്. അതും ജാമ്യമില്ലാത്ത കേസാണ് എനിക്കെതിരെ FIR ചെയ്തിട്ടുള്ളത്. റബ്ബേ, ഞാൻ എന്ത് ചെയ്തിട്ടാണ് റബ്ബേ? ജയിലിലെ അവസ്ഥയാണെങ്കിൽ വളരെയധികം പരിതാപകരമായ അവസ്ഥയായിരുന്നു. ശരിക്കും നവാസ് വിചാരിക്കുന്നു, അള്ളാഹു എനിക്ക് എല്ലാ സൗഭാഗ്യങ്ങളും നൽകി, അതിനിടയ്ക്ക് ജയിൽ ജീവിതവും. അല്ലെങ്കിലും എല്ലാ സുഖവും പടച്ചറബ് ഒരുപോലെ തരില്ലല്ലോ, അതായിരിക്കും. ജയിലിൻ്റെ ഇരുമ്പ് വാതിൽ വലിയ ശബ്ദത്തോട് അടഞ്ഞപ്പോൾ നവാസിൻ്റെ ഹൃദയവും ഒരു നിമിഷം നിശ്ചലമായതുപോലെ തോന്നി. റബ്ബേ, ഈ ഇരുട്ടറയിലേക്ക് ഞാൻ എന്തിനാ കടന്നു വന്നത് എന്നുവരെ അവന് തോന്നിപ്പോയി. ആ ശബ്ദം അവൻ്റെ ചെവികളിൽ മാത്രമല്ല, മനസ്സിൻ്റെ ആഴങ്ങളിലും മുഴങ്ങിക്കൊണ്ടിരുന്നു. അവൻ ചെയ്തിട്ടില്ലാത്തൊരു കുറ്റത്തിൻ്റെ പേരിൽ ജയിലിൽ എത്തിപ്പെട്ടിരിക്കുകയായിരുന്നു. എൻ്റെ ഉമ്മ, പാവം എൻ്റെ ഉമ്മ ഇതറിഞ്ഞിരിക്കുമോ? എൻ്റെ ഭാര്യ ഫസീല, എൻ്റെ മക്കൾ, ഇവരെല്ലാവരും ഇതറിഞ്ഞിട്ടുണ്ടാവുമോ? അറിയുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ട മക്കൾ ഉന്നെ ഉപ്പച്ചി എന്ന് വിളിച്ച് കാത്തു നിൽക്കും. പക്ഷെ ഒരിക്കൽ പോലും ഞാൻ കരുതിയില്ല എൻ്റെ ഈ പോരൽ തിരിച്ചെനിക്ക് വീട്ടിലേക്കല്ല ജയിലിലേക്കാണ് എന്നുള്ളത്. ചെയ്യാത്ത കുറ്റത്തിൻ്റെ പേരിൽ ജയിലിൽ എത്തിപ്പെടുകയായിരുന്നു. ഉമ്മയുടെ മോനെ നവാസേ എന്നുള്ള ശബ്ദം അവൻ്റെ ചെവികളിൽ മാത്രമല്ല, മനസ്സിൻ്റെ ആഴങ്ങളിലും മുഴങ്ങിക്കൊണ്ടിരുന്നു. അതെ, എൻ്റെ ഉമ്മയെ ഒന്ന് കണ്ടുകിട്ടിയിരുന്നെങ്കിൽ, ഉമ്മയോടൊന്ന് പൊട്ടിക്കരഞ്ഞെല്ലാം പറഞ്ഞിരുന്നെങ്കിൽ എന്നുവരെ തോന്നിപ്പോവുകയാണ്. 2 ദിവസം മുമ്പത്തെ കാര്യങ്ങൾ നവാസ് ഓർത്തു. നിയമത്തിൻ്റെ ചക്രങ്ങൾ പതുക്കെ തിരിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അതുവരെ അവൻ അനുഭവിക്കേണ്ടത് ഈ ഇരുണ്ട ലോകമാണ്. ആ ദിവസം തന്നെ ഒരു വലിയ സെല്ലിലേക്ക് നവാസിനെ കൊണ്ടുപോയി. അവിടെ 15ഓളം ആളുകൾ ഉണ്ടായിരുന്നു. ചിലരുടെ മുഖത്ത് ക്രൂരതയുടെ അടയാളങ്ങൾ, ചിലരുടെ കണ്ണുകളിൽ വർഷങ്ങളായുള്ള നിരാശ. ചിലർ മിണ്ടാതിരിക്കുന്നു, ചിലർ തങ്ങളുടെ കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നവാസ് ഒരു മൂലയിലിരുന്നു. അവൻ്റെ മനസ്സിൽ വീട്ടിലെ ഓർമ്മകൾ മാത്രം. ഭാര്യയുടെ മുഖം, ഉമ്മയുടെ ആ വിളി, ഉമ്മയുടെ ആ ഒരു തലോടൽ, ആ സാന്ത്വനവാക്ക്, തൻ്റെ മക്കളുടെ കളിച്ചിരികൾ, കുഞ്ഞുമോൻ്റെ ആ ഒരു ചിരിയും, അവൻ്റെ മുഖത്ത് നോക്കി തിരിയാത്ത ആ ഒരു കൊഞ്ചലും എല്ലാം മനസ്സിൽ തെളിഞ്ഞു. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ആ രാത്രി ഉറങ്ങാൻ ശ്രമിച്ചെങ്കിലും അവൻ ഉറങ്ങാൻ കഴിഞ്ഞില്ല. തറയിൽ വിരിച്ചിരിക്കുന്ന പഴകിയൊരു പുതപ്പ്, അതിൽമേൽ കിടന്നപ്പോൾ വീട്ടിലെ മൃദുവായ കിടക്ക ഓർമ്മ വന്നു. അല്ലാഹുവേ, ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? AC-യിൽ വളരെയധികം സുഖസുന്ദരമായി, വളരെയധികം സോഫ്റ്റായ ബെഡിൽ ഞാൻ കിടക്കുകയായിരുന്നു. ഇപ്പോഴിതാ പഴകിയൊരു പുതപ്പ് മാത്രമാണ് എനിക്കുള്ളത്. അതും ഇവിടെ കിടക്കാൻ, നിലത്ത് കിടക്കാൻ കഴിയുമോ എന്ന് തോന്നുന്നില്ല. വല്ലാതെ കൊതുക് കടിക്കുന്നു. ജയിലിലെ അനുഭവങ്ങളെല്ലാം അവൻ പഠിച്ചു വരികയായിരുന്നു. അടുത്ത ദിവസം രാവിലെ 5 മണിക്ക് തന്നെ വലിയ ബെൽ മുഴങ്ങി. ജയിലിൽ നിന്ന് എല്ലാവരും എഴുന്നേറ്റു. ജയിലിലെ ജീവിതം സമയക്രമം അനുസരിച്ചായിരുന്നു. വരിയിൽ നിർത്തി എണ്ണി. ശേഷം പ്രഭാത ഭക്ഷണത്തിനായി കൊണ്ടുപോയി. ഒരു സ്റ്റീൽ പാത്രത്തിൽ കുറച്ച് കഞ്ഞി, കൂടെ അല്പം കറി. നവാസ് അത് നോക്കി. വിശപ്പുണ്ടായിരുന്നിട്ടും തൊണ്ടയിലൂടെ ഇറങ്ങാൻ പ്രയാസം. വീട്ടിൽ തൻ്റെ പ്രിയപ്പെട്ട ഉമ്മ ഉണ്ടാക്കി നൽകിയ, തൻ്റെ പ്രിയപ്പെട്ട ഭാര്യ സ്നേഹത്തോടെ ഉണ്ടാക്കി നൽകിയ ഭക്ഷണങ്ങൾ ഓർമ്മ വന്നു. എന്നാൽ വിശപ്പ് ഒടുവിൽ അവനെ ഭക്ഷണം കഴിക്കുവാൻ നിർബന്ധിച്ചു. ജയിലിൻ്റെ ജീവിതം അവൻ പതുക്കെ പതുക്കെ തളർത്തി തുടങ്ങി. രാവിലെ എഴുന്നേൽക്കുക, എണ്ണൽ, ഭക്ഷണം, ജോലി, വീണ്ടും സെല്ല്, വീണ്ടും രാത്രി. അങ്ങനെ ദിവസങ്ങൾ കൊഴിഞ്ഞു പോയി തുടങ്ങുകയാണ്. അവിടെ സമയം വളരെ പതുക്കെയായിരുന്നു. റബ്ബേ, വീട്ടിലൊന്നിനും എനിക്ക് സമയം കിട്ടിയിരുന്നില്ല, ഒന്നിനും തന്നെ. പക്ഷേ ഇവിടെയായിട്ട് സമയം പോകുന്നേ ഇല്ലല്ലോ. പലപ്പോഴും വീട്ടിൽ നിന്ന് സമയമില്ലാത്തതിൻ്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പാഞ്ഞിട്ടുണ്ട്. അതെ, ഒരു ഭാഗത്തേക്ക് സൗദിയുടെ അടുത്തേക്ക്, മറുഭാഗത്തേക്ക് ഫസീലയുടെ അടുത്തേക്ക്. ഒരാളെയും വിഷമിപ്പിക്കാൻ പാടില്ലല്ലോ എന്നുള്ളത് കൊണ്ട് തന്നെ രണ്ടുപേരെയും ഒരുപോലെ സംരക്ഷിക്കണം എന്നുള്ള രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് ഓടി. രാത്രിയാണെങ്കിൽ തീരെ ടൈം പോകുന്നേ ഇല്ല.
അതെ, അതവിടെ ഇങ്ങനെ കനത്ത് നിൽക്കുന്ന പോലെ നവാസിന് തോന്നുകയാണ്. പുറത്തൊരു ദിവസം വേഗം കടന്നു പോകുമെങ്കിലും ജയിലിൽ അത് ഒരാഴ്ച പോലെ തോന്നും. സങ്കടപ്പെട്ടിരിക്കുന്ന അവൻ്റെ അരികിലേക്ക് അതാ ഒരു പ്രായമായ ഒരാൾ കടന്നു വരുന്നു. നവാസിനോട് ചോദിച്ചു, കുട്ടി എന്ത് കേസിലാ വന്നത്? നവാസ് തല താഴ്ത്തി, ഞാൻ ഞാനൊന്നും ചെയ്തിട്ടില്ല. വൃദ്ധൻ ചിരിച്ചു. ഇവിടെ പകുതി പേരും അതാണ് പറയുന്നത്, ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന്. അതെ, ചെയ്യുമ്പോഴൊന്നും ഓർമ്മ ഉണ്ടാവില്ല, പിന്നെ അടി കിട്ടിയതിൻ്റെ ശേഷമായിരിക്കും ഓർമ്മ വരിക. അങ്ങനെ തന്നെ എല്ലാവരും പറയല്. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. തെറ്റ് ചെയ്യാതെ ഇവിടെ എത്തൂലല്ലോ. ശരിക്കും അയാളുടെ വാക്കിന് മുമ്പിൽ അവൻ മൗനം പാലിച്ചു. അല്ലെങ്കിലും അദ്ദേഹത്തിനോട് എന്ത് പറയാൻ? നവാസിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. പക്ഷേ ഞാൻ സത്യം പറയുന്നു. അപ്പോൾ ആ വൃദ്ധൻ അവൻ്റെ മുഖത്തേക്ക് നോക്കി. ആ കണ്ണുകളിലെ വേദന കണ്ടപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി, ഈ മനുഷ്യൻ സത്യം പറയുകയാണല്ലോ. രാത്രികളായിരുന്നു ഏറ്റവും കഠിനം. എല്ലാവരും ഉറങ്ങുമ്പോൾ നവാസ് മാത്രം ഉണർന്നിരിക്കും. ജയിലിൻ്റെ ചെറിയ ആ ജനാലയിലൂടെ ആകാശം കാണണമെന്ന് തോന്നും. പക്ഷെ അതിനുള്ള സംവിധാനമൊന്നുമില്ല. അവിടെ കാണുന്ന നക്ഷത്രങ്ങൾ പോലും സ്വാതന്ത്ര്യത്തിൻ്റെ പ്രതീകമായി തോന്നും. ഇപ്പോൾ എൻ്റെ മക്കൾ എന്ത് ചെയ്യായിരിക്കും? അതെ, മോൻ എന്നെ ചോദിക്കായിരിക്കും. എൻ്റെ പൊന്നു മോൻ എന്നെ തേടി അലഞ്ഞ് അവിടെ മുട്ടുകുത്തി നടക്കുന്നുണ്ടായിരിക്കുമോ? ഭക്ഷണം കഴിച്ചോ ആവോ? ഉമ്മ എന്നെ കാത്തിരിക്കുന്നുണ്ടാവോ? ഉമ്മ എന്നെക്കുറിച്ച് ആലോചിച്ച് കരയുന്നുണ്ടാവോ? ഓരോ ചോദ്യവും അവൻ്റെ ഹൃദയം കീറി മുറിക്കുന്നു. അവൻ്റെ മനസ്സ് വല്ലാതെ വേദനിക്കുന്നു. എന്നാൽ ഈ സമയം പുത്തൻ വീട് തറവാട്ടിൽ നിന്ന് അതാ നജീബ് സാറും ഷഹർബാനും പുറപ്പെടുകയാണ്. നമുക്ക് എന്തായാലും വലിയൊരു തെളിവാണ് കിട്ടിയിരിക്കുന്നത്. നവാസിനെ പെട്ടെന്ന് നമുക്ക് ഇറക്കാൻ ഉള്ള ചാൻസ് എല്ലാം ഇതിനുണ്ട്. ശരിക്കും അതാ അവർ തന്നെ അത്ഭുതപ്പെട്ടു. അതെ, ഇത് നമുക്ക് കോടതിയിൽ അങ്ങ് കേൾപ്പിച്ചു കൊടുത്താലേ ഒക്കെ സംഭവം അടിപൊളിയായിരിക്കും. എല്ലാം കറക്റ്റ് സത്യമായിട്ടും ആ പെൺകുട്ടി പറയുന്നുണ്ട്. എന്നാൽ പിറ്റേ ദിവസം അതാ നവാസ്കയെ കാണുവാൻ വേണ്ടിയിട്ട് നമ്മുടെ ഷമ്മാസ് അതാ ജയിലിനടുത്തേക്ക് ചെല്ലുകയാണ്. തൻ്റെ പ്രിയപ്പെട്ട നവാസ്ക ഒരിക്കൽ പോലും ജയിലിൽ കിടക്കുന്നത് കാണാനുള്ള ശേഷി ഷമ്മാസിനില്ല. റബ്ബേ, ഉമ്മയോടൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ അല്പം ആശ്വാസമായിരുന്നു. അങ്ങനെ അതാ ആ സന്ദർശന സമയം വന്നു. ഓരോരുത്തരെ കാണുവാൻ വേണ്ടിയിട്ട് ഓരോരുത്തർ ഓരോ സെല്ലിനടുത്തേക്ക് ചെല്ലുന്നു. എന്നാൽ നേരിട്ടൊന്ന് തൊടുവാനോ കാണുവാനോ പറ്റാത്ത രീതിയിൽ കുറച്ചപ്പുറമായിരുന്നു അവൻ്റെ തടവറ. എന്നാൽ പെട്ടെന്ന് ഷമ്മാസ് അത് കണ്ടു. തൻ്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠൻ. ആ മുഖം കണ്ടപ്പോൾ ഷമ്മാസ് വിതുമ്പിപ്പോയി. മുഖം ക്ഷീണിച്ചിരിക്കുന്നു, കണ്ണുകൾ കരഞ്ഞു വീർത്തിരിക്കുന്നു. നവാസ് ഷമ്മാസിനെ കണ്ട് ഒരു നിമിഷം നിയന്ത്രണം വിട്ടു. അവൻ്റെ കണ്ണുനീരൊഴുകി. തൻ്റെ പ്രിയപ്പെട്ട ഷാമോൻ. അവർക്ക് തമ്മിൽ തൊടാൻ പോലും ഒന്ന് കഴിഞ്ഞില്ല. നവാസ്കെ ഒന്ന് തൊടണം, ആശ്വസിപ്പിക്കണം എന്നുണ്ടായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാൻ? എന്നാൽ ഷാമോനെ, ഞാൻ നിരപരാധിയാണ്. നവാസ് വിറക്കുന്ന ശബ്ദത്തിൽ പറഞ്ഞു. എനിക്കറിയാം, ഇക്ക വിഷമിക്കില്ലേ? ഷമ്മാസ് നവാസിനോട് മറുപടി പറഞ്ഞു. ആ വാക്കുകൾ കേട്ടപ്പോൾ അതാ നവാസിൻ്റെ ഉള്ളിൽ ചെറിയൊരാശ്വാസം ഉള്ളതുപോലെ തോന്നി. ഷമ്മാസിനെ കണ്ടതും താൻ എന്തിനാണ് ഇവിടെ കിടക്കുന്നത് എന്നുള്ള രീതിയിൽ അവനോട് എന്തൊക്കെയോ പറയണം തോന്നി. ഷമ്മാസ് പറഞ്ഞു, ഇക്ക നിങ്ങൾ വിഷമിക്കല്ലേ, എല്ലാം എനിക്കറിയാം, ഒന്നുകൊണ്ട് വിഷമിക്കല്ലേ. ലോകം മുഴുവൻ വിശ്വസിക്കാതിരുന്നാലും ഞാൻ വിശ്വസിക്കുന്നു. ഷമ്മാസിൻ്റെ ആ ഒരു വാക്ക് കേട്ടപ്പോൾ നവാസ് വിതുമ്പിപ്പോയി. ശരിക്കും നവാസിനെ കാണുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ വലിയൊരു മാറ്റമാണ്. ശരീരമാകെ ക്ഷീണിച്ച്, മുടിയൊക്കെ അല്പം കൂടി വളർന്ന പോലെ, മുഖം വല്ലാതെ വാടിപ്പോയ പോലെ. പക്ഷേ ഏറ്റവും കൂടുതൽ ക്ഷീണിച്ചത് അവൻ്റെ മനസ്സായിരുന്നു. ചില രാത്രികളിൽ അവൻ തലയിണയില്ലാത്ത തറയിൽ മുഖം പൂഴ്ത്തി കരയും, മറ്റാരും കേൾക്കാതിരിക്കാൻ. കാരണം ഒരു പുരുഷൻ്റെ കണ്ണുനീർ പലപ്പോഴും അവൻ ഒളിപ്പിക്കും. എന്തു ചെയ്യാൻ എൻ്റെ അവസ്ഥ? ജയിലിൽ ഒരുപാട് മനുഷ്യരെ അവൻ കണ്ടു. കുറ്റവാളികളെയും പശ്ചാത്തപിക്കുന്നവരെയും ജീവിതം തകർന്നു പോകുന്നവരെയും. അപ്പോൾ അവനൊരു കാര്യം മനസ്സിലായി. ജയിൽ എന്നത് വെറും ഒരു മതിലും കമ്പിയുമല്ല,
അത് ആയിരക്കണക്കിന് തകർന്ന സ്വപ്നങ്ങളുടെ ശേഖരമാണ്. എങ്കിലും അവൻ ഓരോ രാത്രികളിലും നവാസ് തഹജ്ജുദ് നമസ്കരിച്ച് പ്രാർത്ഥിച്ചു, അള്ളാഹുവേ, എൻ്റെ നിരപരാധിത്വം ലോകത്തിനു മുമ്പിൽ തെളിയിക്കണമേ അള്ളാഹ്. എൻ്റെ കുടുംബത്തെ കാത്തുകൊള്ളണമേ. ഈ ഇരുട്ടിന് ശേഷം എനിക്ക് നീ വെളിച്ചം നൽകണമേ. അതാണ് അവനെ ജീവിപ്പിച്ച ആ ഒരു പ്രതീക്ഷ. പടച്ച റബ്ബുണ്ടല്ലോ എൻ്റെ കൂടെ എന്നത് മാത്രം. കാരണം പ്രതീക്ഷ നഷ്ടപ്പെട്ട തടവുകാരൻ ജീവിച്ചിരിക്കുമ്പോഴും മരിച്ചവനാണ്. പക്ഷേ നവാസ് എപ്പോഴും പ്രതീക്ഷ കൈവിട്ടില്ല. ഇരുമ്പ് കമ്പികൾ അവൻ്റെ ശരീരത്തെ തടഞ്ഞേക്കാം, പക്ഷേ സത്യം, വിശ്വാസം, പ്രാർത്ഥന അവയെ തടവിലാക്കാൻ ഒരു ജയിലിനും കഴിയില്ല. അവൻ ഓരോ നിമിഷങ്ങളും കാത്തിരുന്നു, ഓരോ ദിവസങ്ങളും കാത്തിരുന്നു. ഒരു വാതിൽ തുറക്കാൻ, ഒരു സത്യം പുറത്തു വരാൻ, ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ പ്രഭാതമുദിക്കാൻ. അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതീക്ഷയായി. എന്നാൽ ഷമ്മാസ് എല്ലാം കണ്ടും കേട്ടും ജയിലിൻ്റെ പുറത്തു വന്ന് പൊട്ടിക്കരയുകയായിരുന്നു. തൻ്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠൻ്റെ ആ ഒരു അവസ്ഥയോർത്ത്, അല്ലാ റബ്ബേ, എന്തിനാ റഹ്മാനെ ഇത്രയധികം ശിക്ഷ എൻ്റെ ഇക്കാക്ക് നീ കൊടുത്തു? അല്ലാ, എല്ലാ സത്യങ്ങളും നീ പുറത്ത് കൊണ്ടുവരണേ അല്ലാ, നീ പുറത്ത് കൊണ്ടുവരണം പഠിച്ചവനെ. കാരണം അവനെ ഉപദ്രവിച്ച, അവനെ ശിക്ഷിച്ച റഹ്മാനെ, അവർക്ക് നീ അതിൻ്റെ അർഹമായ പ്രതിഫലം നീ കൊടുക്ക് റഹ്മാനെ. ആമീൻ. ശരിക്കും ഹൃദയം പൊട്ടിക്കൊണ്ടായിരുന്നു ഷമ്മാസ് അവിടെ നിന്നും ഇറങ്ങിയത്. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതെ, നവാസിൻ്റെ ആ ഒരു ജീവിതത്തിന് ഒരു അവസാനമുണ്ടാകുമോ? നമുക്കതിനു വേണ്ടി കാത്തിരിക്കാം. എന്തൊക്കെ തന്നെയാലും സൗദിയുടെ മൊഴികളെല്ലാം കിട്ടിയ സ്ഥിതിക്ക് തീർച്ചയായും അത് വക്കീലിനെ കേൾപ്പിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷേ എല്ലാം കലങ്ങി തെളിയുമായിരിക്കും. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്.